എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മളിന്ന് അഗസ്തി ചീരയുടെ പൂവ് കൊണ്ടൊരു ബജി ഉണ്ടാക്കാൻ പോവാം. അപ്പോൾ ഇതാണ് പൂവ്. അപ്പോൾ നമ്മൾ ഈ പൂവിൻ്റെ ഇതൾ മാത്രമേ എടുക്കുന്നുള്ളൂ. ഈ തണ്ടി പച്ചയില്ല അതൊന്നും എടുക്കുന്നില്ല. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. നമ്മുടെ പൂക്കൾ ഇതളെല്ലാം മാറ്റി വെച്ചിട്ടുണ്ട്. നമുക്കിവിടെ നമ്മൾ 6 പൂവിൻ്റെ ഇതളാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. പിന്നെ നമുക്ക് ഇതിന് വേണ്ടിയിട്ടുള്ള മാവ് തയ്യാറാക്കാം. നമുക്ക് മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കടലമാവ് എടുത്തിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ മുളക് പൊടിയുണ്ട്. പിന്നെ ഇച്ചിരി കായപ്പൊടി, പിന്നെ ഇച്ചിരി ഉപ്പ്. ഇനി നമുക്ക് വെള്ളം കുറേശ്ശെ ഒഴിച്ച് കൊടുത്ത് നമുക്കിത് കട്ടയില്ലാതെ കലക്കിയെടുക്കാം. നമുക്കിത് കട്ടയില്ലാതെ കുഴച്ചെടുക്കാം കേട്ടോ. പിന്നെ ഇത് നല്ലവണ്ണം കുഴച്ചെടുക്കാം. നമ്മുടെ മാവ് നമ്മളിവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്തിരി ലൂസും അല്ല എന്നാൽ ഒരുപാട് കട്ടിയില്ലാത്ത രീതിയിൽ നമ്മൾ കുഴച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ഇത് ബജി ഉണ്ടാക്കാം. നമ്മുടെ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ഓരോ ഇതളുകളായിട്ട് മാവിൽ മുക്കി വറുത്ത് കോരാം. ഞാൻ ഒരെണ്ണം മാവിൽ മുക്കി എടുത്തിട്ടുണ്ട്. നമുക്കിത് ഇതിനകത്തോട്ട് എണ്ണയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കാം. ലോ ഫ്ലെയിമിലാണ് വെച്ചിട്ടുള്ളത്. നമുക്ക് ഒരെണ്ണം കൂടി മാവിൽ മുക്കി എടുക്കാം. നമുക്കിതെല്ലാം ഇതിൽ കൊള്ളുന്ന അത്രയും നമുക്ക് ഇതിനകത്തോട്ട് മാവിൽ മുക്കി ഇടാം. ഞാനിവിടെ 3 ഇതള മാവിൽ മുക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അത് റെഡിയായിട്ട് വരുന്നുണ്ട്. അപ്പം നമുക്കൊന്ന് അരച്ചിട്ട് നോക്കാം. മാവിൽ മുക്കി എണ്ണയിലിട്ടപ്പോൾ ഇതിൻ്റെ പൂവിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇത് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട്. പിന്നെ ആയുർവേദം ആയിട്ടെന്തോ ബന്ധമുള്ളൊരു പൂവാണെന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് കറക്റ്റ് അറിയത്തില്ല. അപ്പോൾ എന്തായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു തോരനൊക്കെ ഉണ്ടാക്കുന്ന പൂവാണ്. നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പം ആദ്യം നമ്മുടെ അഗസ്തി ചീരയുടെ പൂ കൊണ്ടുള്ള ബജി റെഡി ആയിട്ടുണ്ട്. അപ്പം നമുക്കിത് കോരി മാറ്റാം. ഇത് കണ്ടോ, ഇത് ചൂട് തട്ടിയപ്പോൾ ഇതിൻ്റെ കളറ് മാറിയതാണ് ഈ പൂവിൻ്റെ. അപ്പം നമുക്ക് ഇതെല്ലാം മാവിൽ മുക്കി വറുത്ത് കോരാം. നമുക്കിതെല്ലാം ഇതുപോലെ മാവിൽ മുക്കി വറുത്തെടുക്കാവേ. ഇതിപ്പോൾ നമ്മൾ 3ാമത്തെ പ്രാവശ്യമാണ് ഇതിട്ടത് വറുക്കാനായിട്ട്. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു ബജിയാണ്. അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഈ അഗസ്തി ചീര ഉണ്ടെങ്കിൽ അതിൻ്റെ പൂവിലിങ്ങനെ ഉണ്ടാക്കി നോക്കണേ കേട്ടോ. നമുക്കിത് മാത്രമല്ല, നമുക്ക് പിന്നെ പയറിൻ്റെ തളിരല്ലേ ഇല്ലേ, അതൊക്കെ വെച്ചിട്ട് നമുക്കിങ്ങനെ ബജി ഉണ്ടാക്കി എടുക്കാവുന്നതാണ് കേട്ടോ. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്.
അപ്പം നമ്മുടെ ബജ്ജി ഇവിടെ റെഡി ആയിട്ടുണ്ടേ കേട്ടോ. അവസാനം ഞാൻ നമ്മുടെ പൂ വരുന്നില്ലേ, പൂ വരുന്ന പാകമില്ലേ, അതും കൂടെ വെറുതെ ഒന്ന് മാവിൽ മുക്കി ഇട്ട് നോക്കിയതാണ്. അപ്പോൾ സംഗതി കൊള്ളാൻ തോന്നി. അപ്പോൾ നല്ല കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ അഗസ്ത്യ ചീരയുടെ പൂ കൊണ്ട് നമ്മൾ ബജ്ജി ഉണ്ടാക്കിയതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം. ടാറ്റാ.